ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ വന്യജീവികളെ കൊല്ലുന്നതിനും സംസ്ഥാനത്തിന്റെ ഉടമസ്ഥതയിലുള്ള ചന്ദനമരങ്ങൾ മുറിച്ചു വിൽക്കുന്നതിനും അനുമതി നൽകുന്ന രണ്ട് സുപ്രധാന ബില്ലുകൾക്ക് കേരള നിയമസഭ അംഗീകാരം നൽകിയത് സംസ്ഥാനത്തിന്റെ നിയമചരിത്രത്തിലെ ഒരു സുപ്രധാന വഴിത്തിരിവാണ്. ഈ നിയമങ്ങൾ പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന വന നിയമങ്ങളുടെയും വനവിഭവങ്ങളുടെയും കൈകാര്യത്തെയും പുനർനിർവചിക്കുന്നു. മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ ഒരു കാലഘട്ടത്തിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രത ലക്ഷ്യമിട്ടിട്ടുള്ള ഈ നീക്കം വലിയ പാരിസ്ഥിതിക സാമൂഹിക നിയമപരമായ ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ്. കേരളത്തിലെ വനാതിർത്തികളോട് ചേർന്ന ഗ്രാമങ്ങളിലും ജനവാസ കേന്ദ്രങ്ങളിലും വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ജനങ്ങളുടെ ജീവന് ഭീഷണിയായ വന്യജീവികളെ കൊല്ലുന്നതിന് നിയമപരമായ അനുമതി നൽകാനുള്ള ബില്ലിന് നിയമസഭ അംഗീകാരം നൽകിയത്. ഈ നിയമനിർമ്മാണം വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ കർശന വ്യവസ്ഥകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മനുഷ്യജീവന് പരമമായ പ്രാധാന്യം നൽകുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ കാട്ടാന, കടുവ, പന്നി, പുലി തുടങ്ങിയ വന്യജീവികളുടെ ആക്രമണത്തിൽ നിരവധി ജീവനുകളാണ് പൊലിഞ്ഞത്. വനമേഖലയോട് ചേർന്ന ജനവാസ കേന്ദ്രങ്ങൾ വികസിക്കുകയും വനത്തിനുള്ളിലെ ആവാസ വ്യവസ്ഥയിൽ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്തതോടെ ഈ സംഘർഷം വർദ്ധിക്കുകയായിരുന്നു. നിലവിലുള്ള നിയമങ്ങൾ വന്യജീവികളെ കൊല്ലുന്നതിന് കർശനമായി വിലക്ക് ഏർപ്പെടുത്തുന്നതിനാലാണ് ജീവഹാനി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പോലും ജനങ്ങൾക്ക് നിയമപരമായി സ്വയം പ്രതിരോധിക്കാൻ സാധിക്കാതിരുന്നത്. ഈ സാഹചര്യത്തിലാണ് നിയമനിർമ്മാണത്തിലുള്ള ആവശ്യം ശക്തമായതും. പുതിയ ബില്ല് പ്രാബല്യത്തിൽ വരുമ്പോൾ വന്യജീവികളെ കൊല്ലുന്നതിനുള്ള അനുമതി കർശനമായ മാനദണ്ഡങ്ങളോടെയും നിയമപരമായ മേൽനോട്ടത്തോടെയുമായിരിക്കും നൽകുക. മനുഷ്യജീവന് നേരിട്ട് ഭീഷണി ഉണ്ടാകുന്ന അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ ഈ അധികാരം ഉപയോഗിക്കാൻ സാധിക്കൂ. അല്ലാതെ വന്യജീവികളെ വ്യാപകമായി വേട്ടയാടാൻ ഈ നിയമം അവസരം നൽകുന്നില്ല. വന്യജീവികളെ കൊല്ലാൻ അനുമതി നൽകുന്നതിന് മുമ്പ് വനംവകുപ്പ് അധികൃതരുടെ കൃത്യമായ പരിശോധനയും വിലയിരുത്തലും ആവശ്യമാണ്. മൃഗത്തെ പിടികൂടുക, മാറ്റിപ്പാർപ്പിക്കുക, മയക്കുവെടി വെക്കുക തുടങ്ങിയ മറ്റ് പ്രതിവിധികൾ പരാജയപ്പെടുമ്പോൾ മാത്രമേ അവസാന ആശ്രയം എന്ന നിലയിൽ ഈ നടപടിക്ക് അനുമതി നൽകാൻ സാധ്യതയുള്ളൂ. മനുഷ്യജീവന് സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഈ നിയമം പാരിസ്ഥിതികമായും ധാർമ്മികമായും വലിയ വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട്. നിയമപരമായ പ്രതിരോധത്തിന്റെ മറവിൽ വന്യജീവികളുടെ വ്യാപകമായ വേട്ടയാടൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. വനമാഫിയകളും കള്ളവേട്ടക്കാരും ഈ നിയമത്തിലെ പഴുതുകൾ മുതലെടുക്കാൻ ശ്രമിച്ചേക്കാം. ഇത് വന്യജീവികളുടെ എണ്ണത്തെയും ആവാസ വ്യവസ്ഥയും പ്രതികൂലമായി ബാധിക്കും. ജീവന് ഭീഷണിയാകുന്ന സാഹചര്യം എന്നത് എങ്ങനെ നിർവചിക്കപ്പെടും എന്നത് സംബന്ധിച്ച് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളും ആവശ്യമാണ്. ജനങ്ങളുടെ ഭയം മാത്രം ഒരു മൃഗത്തെ കൊല്ലാനുള്ള കാരണമാകരുത്. ഈ നിയമം വിജയകരമായി നടപ്പിലാക്കണമെങ്കിൽ വനംവകുപ്പിന്റെ കാര്യക്ഷമതയും കൃത്രിമമായ നിരീക്ഷണ സംവിധാനങ്ങളും അനിവാര്യമാണ്. സംസ്ഥാന സർക്കാരിന് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാന നിയമമാറ്റമാണ് ചന്ദനമരം മുറിച്ചു വിൽക്കുന്നതിന് അനുമതി നൽകാനുള്ള ബില്ല്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളതും വിലയേറിയതുമായ മരമാണ് ചന്ദനം. ചരിത്രപരമായി വനത്തിലും സ്വകാര്യ ഭൂമിയിലും വളരുന്ന ചന്ദന മരങ്ങളുടെ ഉടമസ്ഥാവകാശം സർക്കാരിനായിരുന്നു. ചന്ദനത്തിന്റെ മൂല്യം കാരണം അനധികൃതമായി മരം മുറിച്ചു കടത്തുന്ന ചന്ദനക്കൊള്ള കേരളത്തിൽ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. ഈ നിയമപരമായ ഉടമസ്ഥാവകാശം ചന്ദനമരങ്ങൾ കൃഷി ചെയ്യുന്നതിൽ നിന്നും ആളുകളെ പിന്തിരിപ്പിക്കുകയും വനത്തിൽ വളരുന്ന മരങ്ങളെ സംരക്ഷിക്കുന്നതിൽ വിള്ളലുകൾ ഉണ്ടാക്കുകയും ചെയ്തു. നിയമപരമായ വിൽപ്പനയിലൂടെ സംസ്ഥാന സർക്കാരിന് വലിയ തോതിലുള്ള വരുമാനം നേടാൻ ഈ ബില്ല് സഹായിക്കും. നിലവിൽ കള്ളക്കടത്തുകൾ കൈവശപ്പെടുത്തുന്ന വിഭവത്തിന്റെ മൂല്യം സർക്കാരിന് സ്വന്തമാക്കാനും കഴിയും. നിയമപരമായ ഒരു വിപണി തുറന്നു കൊടുക്കുന്നത് അനധികൃതമായ ചന്ദനക്കടത്ത് മാഫിയകളുടെ പ്രവർത്തനങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനും സഹായിച്ചേക്കാം. സ്വകാര്യ ഉടമസ്ഥതയിൽ ഭൂമിയിൽ ചന്ദനം നട്ടുപിടിപ്പിക്കാൻ ആളുകൾക്ക് താല്പര്യമുണ്ടാകാനും ഭാവിയിൽ അവർക്ക് നിയമപരമായ ലാഭം നേടാനും ഈ നിയമം വഴി തുറക്കും. നിയമപരമായ വിൽപ്പനയ്ക്ക് അനുമതി നൽകുമ്പോൾ കള്ളക്കടത്ത് മാഫിയകൾക്ക് അത് മറയാക്കി തങ്ങളുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടരാനുള്ള സാധ്യതയുമുണ്ട്. നിയമപരമായി മുറിക്കുന്ന മരങ്ങളുടെ രേഖകളിൽ കൃത്രിമം കാണിച്ചേക്കാം. ചന്ദനത്തിന്റെ വിപണി വിലയെയും ഡിമാൻഡിനെയും സർക്കാർ വിൽപ്പന എങ്ങനെ ബാധിക്കുമെന്നും സുതാര്യമായ വിലനിർണ്ണയ സംവിധാനം എങ്ങനെ ഉറപ്പാക്കുമെന്നും വ്യക്തമാക്കേണ്ടതുണ്ട്. ഈ നിയമം വിജയകരമാണെങ്കിൽ ചന്ദനം മുറിക്കുന്നതിലും വിൽക്കുന്നതിലും കൃത്യമായ ട്രക്കിംഗ് സംവിധാനങ്ങളും കർശനമായ വിജിലൻസ് സംവിധാനങ്ങളും നടപ്പിലാക്കേണ്ടതുണ്ട്. സംസ്ഥാന നിയമസഭ പാസാക്കിയെങ്കിലും ഈ ബില്ലുകൾക്ക് അന്തിമ നിയമപരമായ സാധ്യത ലഭിക്കാൻ രാഷ്ട്രപതിയുടെ കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം ആവശ്യമായി വന്നേക്കാം. വന്യജീവി സംരക്ഷണം കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന വിഷയമായതിനാൽ പുതിയ സംസ്ഥാന നിയമങ്ങൾ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പരിശോധിക്കും. ചന്ദന വിൽപ്പനയുമായി ബന്ധപ്പെട്ട നിയമങ്ങളും വനസംരക്ഷണ നിയമങ്ങളുടെയും പാരിസ്ഥിതിക നിയമങ്ങളുടെയും അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിന്റെ അംഗീകാരത്തിന് വിധേയമാകേണ്ടതുണ്ട്.
ഈ ബില്ലുകൾ നടപ്പിലാക്കുന്നതിലൂടെ കേരളം ജനങ്ങളുടെ സുരക്ഷയ്ക്കും സാമ്പത്തിക വികസനത്തിനും മുൻഗണന നൽകുന്ന ഒരു പുതിയ ഭരണപരമായ സമീപനം സ്വീകരിക്കുകയാണ്. എന്നാൽ ഈ നിയമങ്ങൾ ലക്ഷ്യം കണക്കാക്കണമെങ്കിൽ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ, വന്യജീവികളുടെ സംരക്ഷണം, അഴിമതിയുടെയും കള്ളക്കടത്തിന്റെയും നിയന്ത്രണം എന്നിവ ഉറപ്പാക്കേണ്ടതും അത്യാവശ്യമാണ്. വന്യജീവികളെ കൊല്ലാനും ചന്ദനം മുറിച്ചു വിൽക്കാനും അനുമതി നൽകുന്ന പുതിയ നിയമങ്ങൾ പ്രാദേശിക ജനവിഭാഗങ്ങളെയും ആദിവാസി സമൂഹങ്ങളെയും കാര്യമായി ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതിനാൽ ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് മുമ്പ് ഇവരെ കേന്ദ്രീകരിച്ചുള്ള വിപുലമായ ചർച്ചകളും അനിവാര്യമാണ്. വന്യജീവി ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ നേരിടുന്നത് വനാതിർത്തികളിൽ താമസിക്കുന്ന ആദിവാസി ഊരുകളാണ്. വന്യജീവി ഭീഷണി ഒഴിവാക്കാൻ നിയമപരമായ പ്രതിരോധം ഉറപ്പാക്കുന്നത് അവർക്ക് സുരക്ഷാബോധം നൽകുമെങ്കിലും നിയമം ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതകളാണ് പ്രധാന ആശങ്ക. വേട്ടക്കാരും വനം മാഫിയകളും ഈ നിയമം മറയാക്കി ആദിവാസികളെ ചൂഷണം ചെയ്യാനും വനത്തിനുള്ളിലേക്ക് കടന്നുകയറാനും സാധ്യതയുണ്ട്. മൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരം ആദിവാസി സമൂഹങ്ങൾക്ക് നൽകുന്നതിനെക്കുറിച്ചും അവർക്ക് മതിയായ നിയമപരമായ പരിശീലനം നൽകേണ്ടതിനെക്കുറിച്ചും ചർച്ചകൾ നടക്കണം. ചന്ദനമരം മുറിച്ചു വിൽക്കുന്ന നിയമം ആദിവാസി സമൂഹങ്ങളുടെ വനവിഭവങ്ങളിൽ മേലുള്ള ഉടമസ്ഥാവകാശത്തെ എങ്ങനെ ബാധിക്കുമെന്നും വ്യക്തമാക്കണം. വനത്തിനുള്ളിലെ ചന്ദനം വിറ്റഴിക്കുമ്പോൾ അതിന്റെ വരുമാനത്തിന്റെ ഒരു പങ്ക് ആദിവാസി വിഭാഗങ്ങൾക്ക് ഉറപ്പാക്കണം. കൂടാതെ വനവിഭവങ്ങളുടെ സംരക്ഷകരായ ആദിവാസികളെ ഈ പ്രക്രിയയിൽ പങ്കാളികളാക്കിയില്ലെങ്കിൽ അത് കള്ളക്കടത്തിന് കൂടുതൽ സഹായകമായേക്കാം. അതിനാൽ വനനിയമ അവകാശ നിയമം 2006 ഉറപ്പാക്കുന്ന അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതും സുതാര്യതയും പങ്കാളിത്തവും ഈ നിയമങ്ങളിൽ ഉറപ്പുവരുത്തേണ്ടതും സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്.